ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആര്? ഓപ്ഷൻ എ KR ഗൗരിയമ്മ, ഓപ്ഷൻ ബി അന്ന ചാണ്ടി, ഓപ്ഷൻ സി സുശീല ഗോപാലൻ ആൻഡ് ഓപ്ഷൻ ഡി മേരി ജോൺ. ശരിയുത്തരം കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ഓപ്ഷൻ എ KR ഗൗരിയമ്മ. ശരിയുത്തരം വൈക്കം സത്യാഗ്രഹം നടന്നത് ഓപ്ഷൻ ബി 1924. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി ആൻഡ് ഓപ്ഷൻ ഡി ഭഗത് സിംഗ്. ശരിയുത്തരം ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി കൊൽക്കത്ത ആൻഡ് ഓപ്ഷൻ ഡി ചെന്നൈ. ശരിയുത്തരം ഇന്ത്യയുടെ തലസ്ഥാനം ഓപ്ഷൻ ബി ഡൽഹി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ഓപ്ഷൻ എ അഗസ്ത്യമല, ഓപ്ഷൻ ബി ആനമുടി, ഓപ്ഷൻ സി ചെമ്പ്ര കൊടുമുടി ആൻഡ് ഓപ്ഷൻ ഡി മീനമല. ശരിയുത്തരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഓപ്ഷൻ ബി ആനമുടി. ആറാമത്തെ ക്വസ്റ്റ്യൻ, സന്ധ്യാനഗരം എന്നറിയപ്പെടുന്ന കേരള നഗരം ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കൊല്ലം ആൻഡ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ശരിയുത്തരം സന്ധ്യാനഗരം എന്നറിയപ്പെടുന്ന കേരള നഗരം ഓപ്ഷൻ സി കൊല്ലം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ പിതാവ് ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി BR അംബേദ്കർ, ഓപ്ഷൻ സി രാജേന്ദ്ര പ്രസാദ് ആൻഡ് ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ. ശരിയുത്തരം ഭരണഘടനയുടെ പിതാവ് ഓപ്ഷൻ ബി BR അംബേദ്കർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യനിലെ പ്രധാന വാതകം ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓപ്ഷൻ ഡി നൈട്രജൻ. ശരിയുത്തരം സൂര്യനിലെ പ്രധാന വാതകം ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ രക്തത്തിലെ ചുവപ്പ് നിറത്തിന് കാരണം എന്ത്? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ബി പ്ലാസ്മ, ഓപ്ഷൻ സി വെളുത്ത രക്താണുക്കൾ, ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റുകൾ. ശരിയുത്തരം മനുഷ്യന്റെ രക്തത്തിലെ ചുവപ്പ് നിറത്തിന് കാരണം ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചവർ ആര്? ഓപ്ഷൻ എ അലക്സാണ്ടർ ഗ്രാം ബെൽ, ഓപ്ഷൻ ബി തോമസ് ആൽവ എഡിസൺ,
ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ ആൻഡ് ഓപ്ഷൻ ഡി മൈക്കൽ ഫാരഡേ. ശരിയുത്തരം വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് ഓപ്ഷൻ ബി തോമസ് അൽവ എഡിസൺ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സംസ്ഥാന മത്സ്യം ഏത്? ഓപ്ഷൻ എ കരിമീൻ, ഓപ്ഷൻ ബി മത്തി, ഓപ്ഷൻ സി ചൂര ആൻഡ് ഓപ്ഷൻ ഡി അയല. ശരിയുത്തരം കേരളത്തിലെ സംസ്ഥാന മത്സ്യം ഓപ്ഷൻ എ കരിമീൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ സ്പീക്കർ ആര്? ഓപ്ഷൻ എ പി ടി ചാക്കോ, ഓപ്ഷൻ ബി ആർ ശങ്കർ, ഓപ്ഷൻ സി ആർ ശ്രീധരൻ ആൻഡ് ഓപ്ഷൻ ഡി ടി സി കൃഷ്ണൻ. ശരിയുത്തരം കേരളത്തിലെ ആദ്യ സ്പീക്കർ ഓപ്ഷൻ സി ആർ ശ്രീധരൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി ത്വക്ക് ആൻഡ് ഓപ്ഷൻ ഡി ശ്വാസകോശം. ശരിയുത്തരം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓപ്ഷൻ സി ത്വക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഓപ്ഷൻ എ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി സി രാജഗോപാലാചാരി, ഓപ്ഷൻ സി രാജേന്ദ്ര പ്രസാദ് ആൻഡ് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് നെഹ്റു. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഓപ്ഷൻ സി രാജേന്ദ്ര പ്രസാദ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഓപ്ഷൻ എ ഗോബി, ഓപ്ഷൻ ബി കാലഹാരി, ഓപ്ഷൻ സി സഹാര ആൻഡ് ഓപ്ഷൻ ഡി അറേബ്യൻ. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഓപ്ഷൻ സി സഹാറ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ഏതു വർഷം? ഓപ്ഷൻ എ 1920, ഓപ്ഷൻ ബി 1930, ഓപ്ഷൻ സി 1932 ആൻഡ് ഓപ്ഷൻ ഡി 1942. ശരിയുത്തരം ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ഓപ്ഷൻ ബി 1930. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ഏതു ദിവസം? ഓപ്ഷൻ എ 1947 ആഗസ്റ്റ് 15, ഓപ്ഷൻ ബി 1950 ജനുവരി 26, ഓപ്ഷൻ സി 1949 നവംബർ 26 ആൻഡ് ഓപ്ഷൻ ഡി 1952 ജനുവരി 26. ശരിയുത്തരം ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ഓപ്ഷൻ ബി 1950 ജനുവരി 26. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ശുക്രൻ, ഓപ്ഷൻ ബി ചൊവ്വ, ഓപ്ഷൻ സി വ്യാഴം ആൻഡ് ഓപ്ഷൻ ഡി ബുധൻ. ശരിയുത്തരം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ചൊവ്വ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ PSC ഒക്കെ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്കും എത്തിക്കുക. താങ്ക് യു.